ചങ്ങനാശ്ശേരി ആർക്ക് ഡയോസിസിൻ്റെ ചുമതലയിൽ വിശുദ്ധനായ ജോൺ ബർക്ക്മാൻസിൻ്റെ സ്മരണയെ നിലനിർത്തുന്നതിനായി 1922 സ്ഥാപിക്കപ്പെട്ടതാണ് ചങ്ങനാശ്ശേരി സെൻറ്റ് ബർക്ക്മാൻസ് കോളേജ് അഥവാ SB കോളേജ്. തുടർന്ന് 1933 കോളേജിൻ്റെ ലൈബ്രറി ഇവിടെ ആരംഭിച്ചു. അതിനുശേഷം 1973 ഈ പുതിയ ലൈബ്രറി ബിൽഡിങ്ങിൽ ലൈബ്രറി പ്രവർത്തനം ആരംഭിച്ചു. അന്ന് ഫാദർ തോമസ് മറ്റപ്പള്ളിൽ ലൈബ്രറിയുടെ ചുമതല ഏറ്റെടുത്തു. ആദ്യത്തെ ക്വാളിഫൈഡ് ലൈബ്രറിയൻ ഫാദർ തോമസ് മറ്റപ്പള്ളിലായിരുന്നു. 1992 ഫാദർ തോമസ് മറ്റപ്പള്ളിൽ റിട്ടയർ ചെയ്തു. തുടർന്ന് ഫാദർ ജൂസ് വിരിപ്പേൽ ലൈബ്രറിയുടെ ചുമതല ഏറ്റെടുത്തു. തുടർന്ന് 2023 ഈ പുതിയ ബിൽഡിങ്ങിലെ ചില റെനോവേഷൻ നടത്തുവാനായിട്ട് മാനേജ്മെൻറ്റ് തീരുമാനിച്ചു. ഇപ്പോൾ ലൈബ്രറിയിൽ ഉപയോഗിക്കുന്ന ക്ലാസിഫിക്കേഷൻ സ്കീം ലോകപ്രശസ്തമായിരിക്കുന്ന ഡൂയി ഡെസിമൽ ക്ലാസിഫിക്കേഷൻ സ്കീമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കമ്പ്യൂട്ടറൈസ് ചെയ്ത ഒരു ലൈബ്രറി, ഫുള്ളി ഓട്ടോമേറ്റഡ് ലൈബ്രറിയാണ്. കോഹ സോഫ്റ്റ്വെയറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. യൂസേഴ്സിന് ബുക്കുകൾ അവരുടെ സൗകര്യാനുസരണം സെർച്ച് ചെയ്യുവാനും ഓപ്റ്റ് ചെയ്യുവാനും സെലക്ട് ചെയ്യുവാനും ബുക്ക് സെർച്ച് ചെയ്ത് കണ്ടെത്തി അവരവർക്ക് തന്നെ ബുക്ക് ആക്സസ് ചെയ്യാനായിട്ടുള്ള സംവിധാനം ഈ സോഫ്റ്റ്വെയറിലൂടെ ലഭ്യമാണ്. ഈ റിസോഴ്സസ് ഇവിടെ ലഭ്യമാണ്. ഡാറ്റാബേസസ് ധാരാളം ഇവിടെ ലഭ്യമാണ്. വിവിധ കോഴ്സുകളിൽ പഠിക്കുന്നവർക്ക് സൗകര്യപ്രദമാകുന്നതായിട്ടുള്ള ഈ റിസോഴ്സസ് ലഭ്യമായിരിക്കുന്നത്. ഈ റിസോഴ്സസ് ഉദ്ദേശിക്കുന്നത് ഈ ബുക്സ്, ഈ ജേർണൽസ് തുടങ്ങിയതായിട്ടുള്ള സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. ലക്ഷക്കണക്കിന് ഈ ബുക്കുകളും അതുപോലെ തന്നെ ഈ ജേർണൽസും ഇവിടെയുള്ളതായിട്ടുള്ള എൻലിസ്റ്റ്, ഡെൽനെറ്റ് തുടങ്ങിയതായിട്ടുള്ള എബ്സ്കോ തുടങ്ങിയതായിട്ടുള്ള ഡാറ്റാബേസുകളിൽ നിന്നും നമുക്ക് ആവശ്യാനുസരണം ബുക്കുകൾ സെലക്ട് ചെയ്യാനും ഉപയോഗിക്കുവാനായിട്ടും സാധിക്കും. ഇതുകൂടാതെ ഡെൽനെറ്റിന് മറ്റൊരു സംവിധാനം, ഹാർഡ് കോപ്പി ബുക്കുകൾ ഈ ലൈബ്രറിയിൽ ലഭ്യമാകാത്തതായിട്ടുള്ള ഹാർഡ് ബുക്കുകൾ അവർക്ക് ഏതെങ്കിലും യൂസറിന് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അത് മറ്റേതെങ്കിലും ലൈബ്രറിയിൽ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ യൂസറിൻ്റെ റിക്വസ്റ്റിനനുസരിച്ച് അവിടെ നിന്നും ഇവിടെ ലഭ്യമാക്കി കൊടുക്കുന്നൊരു സംവിധാനമുണ്ട്. ഇൻ്റർ ലൈബ്രറി ലോൺ അത് ഫെസിലിറ്റിയും ഇവിടെ ലഭ്യമാണ്. ലൈബ്രറിയുടെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ സ്റ്റാക്കുണ്ട്. അതുപോലെ തന്നെ അവിടെ റിസർച്ച് സ്കോളേഴ്സിനുള്ള പ്രത്യേകം ക്യൂബിക്കിൾസ് ക്രമീകരിച്ചിട്ടുണ്ട്. കൂടാതെ അധ്യാപകർക്ക് വേണ്ടി ഉള്ള പ്രത്യേക സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും അവിടെ ലഭ്യമാണ്. അവിടെ തന്നെ ചില ബാക്ക് വോളിയൂംസ് കീപ്പ് ചെയ്യാനുള്ള സ്പേസസ് ഉണ്ട്. അത് ജനറൽ യൂസേഴ്സിന് ആക്സസ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ ബാക്ക് വോളിയൂംസ്, ജേർണൽസ്, പീരിയോഡിക്കൽസ് ആവശ്യമായിട്ടുള്ളവർക്ക് സ്പെഷ്യൽ റിക്വസ്റ്റിലനുസരിച്ച് അത് ബുക്കുകൾ ഉപയോഗിക്കാനായിട്ടുള്ള സൗകര്യമുണ്ട്. ഇല്ല, ഇപ്പോഴും ഓപ്പൺ ആയിരിക്കത്തില്ല ബാക്ക് വോളിയം, കാരണം വളരെ പഴയതായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ്. അത് ഉപയോഗിക്കണമെന്ന് താല്പര്യമുള്ള ആളുകൾക്ക് പ്രത്യേകം റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ആ ബാക്ക് വോളിയൂംസ്, ജേർണൽസ്, പീരിയോഡിക്കൽസ് ഒക്കെ ആക്സസ് ചെയ്യാവുന്നതാണ്. ഈ കാണുന്നതായിട്ടുള്ള ഈ ഫ്ലോറിൽ ഇതാണ് ഫസ്റ്റ് ഫ്ലോർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഫസ്റ്റ് ഫ്ലോറിൽ ഇവിടെ ജനറൽ റെഫറൻസിനുള്ള ഏരിയയാണ്. ആളുകൾക്ക് ബുക്ക് സെർച്ച് ചെയ്യാനായിട്ടുള്ള ഒപ്പാക് സംവിധാനമുണ്ട്, ചാർജിങ് കൗണ്ടറുണ്ട്. അതുപോലെ തന്നെ ജേർണൽസും പീരിയോഡിക്കൽസും ആക്സസ് ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട്. ഏതാണ്ട് 84ഓളം ജേർണൽസും അതുപോലെ തന്നെ 70ഓളം പീരിയോഡിക്കൽസും ഇവിടെ ലഭ്യമാണ്, ഹാർഡ് കോപ്പി. അതുകൂടാതാണ് ഈ ജേർണൽസും ഈ ബുക്സും ഒക്കെ അവൈലബിൾ ആണെന്ന് പറഞ്ഞത്. ഇവിടെ ജനറലായിട്ടുള്ള റെഫറൻസ് ബുക്കുകളോടൊപ്പം തന്നെ ഈ ജേർണൽസ്, പീരിയോഡിക്കൽസ് ഒക്കെ ഇവിടെ ലഭ്യമാകുന്നു. സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാക്കാണ്. ഇതെല്ലാം ക്ലാസിഫൈഡ് ഓർഡറിൽ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നു. ഈ സ്റ്റാക്കിലെ ബുക്കുകളെല്ലാം റെഫർ ചെയ്യാൻ, വായിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ എല്ലാ ഫ്ലോറിലുമുണ്ട്. അതിന് മുകളിലുള്ള ഫ്ലോറിൽ നമ്മൾ ഉപയോഗിക്കുന്നത് PG റെഫറൻസും സ്റ്റാക്കുമാണ്. അവിടെ സ്പെഷ്യൽ PG റെഫറൻസ് എന്ന് പണ്ടൊരു പേര് ഇതിന് കൊടുത്തിരിക്കുന്നത് PGR എന്ന് പറയും. അവിടെ കുറേ കൂടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സിന്, കാരണം റിസർച്ച് സ്കോളേഴ്സിന് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും റെഫർ ചെയ്യേണ്ടത് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ഈ ഇവിടെയുള്ളതായുള്ള ജനറൽ റെഫറൻസിനേക്കാൾ അപ്പുറമായി റെഫർ ചെയ്യുന്നതിനുള്ള സൗകര്യം അവിടെയുണ്ട്. അതിന് മുകളിൽ ജനറൽ സ്റ്റാക്ക് എന്നാണ് പറയുന്നത്. എല്ലാ സ്റ്റാക്കിലും ബുക്കുകൾ ആളുകൾക്ക് ഉപയോഗിക്കുന്നതിന് സാധ്യമുണ്ട്. അതിനപ്പുറത്ത് മറ്റൊരു ഫ്ലോറിൽ പ്രത്യേകമായിട്ട് മാനേജ്മെൻറ്റ് വിഭാഗത്തിൽപ്പെടുന്നതായുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കുവാനുള്ള MBA ഡിപ്പാർട്ട്മെൻറ്റ്, BBA MBA ഡിപ്പാർട്ട്മെൻറ്റിൽ ഉപയോഗിക്കുന്നതായുള്ളൊരു പ്രത്യേക സംവിധാനമുണ്ട്. മറ്റൊരു ഫ്ലോറിൽ ഡിജിറ്റൽ ലൈബ്രറി എന്നുള്ള ക്രമീകരണത്തിൽ അവിടെ ഈ റിസോഴ്സസ് ഉപയോഗിക്കാൻ എല്ലായിടത്തും ആക്സസ് ചെയ്യാവുന്നതോടൊപ്പം തന്നെ
കുറേ കൂടെ സീരിയസ് ആയിട്ട് ആളുകളുടെ തീസിസ്, ഡെസർട്ടേഷൻ നിങ്ങളുടെ വർക്കുകളൊക്കെ ചെയ്യത്തക്ക രീതിയിൽ ഈ ഡിജിറ്റൽ ലൈബ്രറിയിൽ അതിനുള്ള സൗകര്യം ലഭ്യമാണ്. കോളേജിലെ 1,65,000 അധികം പുസ്തകങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഈ ലൈബ്രറിയിൽ ലഭ്യമാക്കിയ ആദ്യത്തെ പുസ്തകം ഇപ്പോഴും ഇവിടെ അത് സൂക്ഷിക്കുന്നു, പ്രിസർവ് ചെയ്യുന്നു. വളരെ വിലപ്പെട്ടതായിട്ടുള്ള ഒരു പുസ്തകമാണ്, അത് ഇവിടെ അവൈലബിളാണ്. അതുപോലെ തന്നെ പഴയ കാലഘട്ടങ്ങളിൽ കല്ലച്ചിലൊക്കെ ലിഖിതമായിരിക്കുന്നതായിട്ടുള്ള പുസ്തകങ്ങൾ, അതുപോലെ തന്നെ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ബ്രെയിലി സിസ്റ്റത്തിലുള്ളതായിട്ടുള്ള പുസ്തകങ്ങൾ ഇതെല്ലാം ഇവിടെ അവൈലബിളാണ്. പൊതുവേ നാം പറയും വായന മരിച്ചുപോയി എന്ന് ആളുകൾ പറയാറുണ്ട്. എന്നാൽ വായന മരിച്ചിട്ടില്ല. കാരണം ഡോക്യുമെൻറ്റ്സ് ഓരോ നിമിഷം തോറും 10,000-കണക്കിന് പുസ്തകങ്ങൾ ഈ ലോകത്തിൽ പിറന്നു വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഡോക്യുമെൻറ്റ്സ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ആനുപാതികമായി യൂസേഴ്സും വർദ്ധിക്കണം. അതുകൊണ്ട് വായനക്കാരിലുള്ള പ്രപ്പോർഷൻ ഇതുമായുള്ള പ്രപ്പോർഷൻ ഉള്ള വ്യത്യാസം കൊണ്ട് ആളുകൾ പറയും വായനക്കാരില്ലെന്ന്. എന്നാൽ ഒരു പരിധിവരെ മുൻകാലങ്ങളെക്കാൾ ഹാർഡ് ബുക്കുകളുടെ ഉപയോഗം കുറവാണെങ്കിൽ ഈ റിസോഴ്സസിനെ കൂടുതൽ ആശ്രയിക്കുന്നുണ്ട്. എന്നാൽ ഈ റിസോഴ്സസ് വായിക്കുമ്പോൾ ഒരു ഹാർഡ് ബുക്ക് വായിക്കുന്ന ഒരു ആസ്വാദന സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇന്നും ആളുകൾ ഹാർഡ് ബുക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ പുതിയതായിട്ട് റെനോവേഷനോട് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തതായുള്ള ഒരു കാര്യം, ഒരു ഓപ്പൺ ലൈബ്രറി ഉണ്ടായി. അതായത് 24 hours ഉപയോഗിക്കാവുന്നൊരു സംവിധാനം ഈ ലൈബ്രറിക്ക് വെളിയിൽ ഒരു സംവിധാനമുണ്ട്. അവിടെ ആളുകൾക്ക് എപ്പോൾ വന്നിരിക്കാം, എൻജോയ് ചെയ്യാം. അവരവരുടേതായിട്ടുള്ള ലാപ്ടോപ്പ്, മറ്റ് ബുക്കുകൾ ഉപയോഗിച്ച് വായിക്കുകയോ, അവർക്ക് അതുപോലെ തന്നെ ഇവിടെ സെമിനാറുകൾ, ചെറിയ മിനി കോൺഫറൻസുകളൊക്കെ നടത്തത്തക്ക രീതിയിൽ ഒരു ഓപ്പൺ എയർ ഒരു ലൈബ്രറി സിസ്റ്റമുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ ഒരു ലിറ്റിൽ ലൈബ്രറി എന്ന് പറഞ്ഞൊരു ചെറിയ സംവിധാനമുണ്ട്. അവിടെ ബുക്കുകൾ, ആളുകൾക്ക് താല്പര്യമുള്ള ബുക്കുകൾ വന്ന് എടുക്കാം, അവർക്ക് വായിച്ചിട്ട് അവിടെ ഇടാം. ഇനി താല്പര്യമെങ്കിൽ അത് കൊണ്ടുപോകാം. അത് കോളേജിൻ്റെ സീലോ ഒന്നും തന്നെയില്ല. എന്നാൽ വരുന്ന ഒരു യൂസറിന് താല്പര്യം തോന്നുക, എനിക്ക് 10 ബുക്കുകൾ അവിടെ ഡിപ്പോസിറ്റ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ആ ലിറ്റിൽ ലൈബ്രറിയിലേക്ക് ആളുകൾക്ക് വന്ന് അവിടുന്ന് ബുക്ക് എടുക്കാം, ഡിപ്പോസിറ്റ് ചെയ്യാം. ആ അവിടുത്തെ കളക്ഷൻ വർദ്ധിപ്പിക്കാം, കളക്ഷൻ കുറയ്ക്കാം, എന്തു വേണമെങ്കിലും ചെയ്യാൻ യൂസറിൻ്റെ താല്പര്യം അനുസരിച്ച് ഉപയോഗിക്കാൻ സംവിധാനമുണ്ട്. പിന്നീട് സമയം മറ്റ് കോളേജുകൾ ലൈബ്രറിയിലുള്ളതിനേക്കാൾ സമയം ഇവിടെയാണ് കൂടുതൽ ഉള്ളതെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. എന്നാൽ ഇവിടെ വൈകിട്ട് 8 മണി വരെ ഓപ്പൺ ആയിരുന്നു. എന്നാൽ 8 മണി കഴിയും ഞങ്ങൾ നോക്കിയിട്ട് 6 മണി കഴിയുമ്പോൾ എല്ലാവരും സ്ഥലം വിടുന്ന ഒരു രീതി ഇപ്പോൾ കാണുന്നുണ്ട്. അതുകൊണ്ട് എന്തോ ആളുകളുടെ അതുകൊണ്ട് 8 മണി വരെ ഇപ്പോൾ ലൈബ്രറി ഓപ്പൺ അല്ല. എല്ലാ ദിവസവും ഇവിടെ സ്റ്റാഫ് അവൈലബിൾ ആണ്. 6 മണി കഴിഞ്ഞ് ആളുകളൊക്കെ പോവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു 6:30 പതുക്കെ ലൈബ്രറി ക്ലോസ് ചെയ്യും. എന്നാൽ ഓപ്പൺ എയറിലുള്ള ലൈബ്രറി അവിടെ ഓപ്പൺ ആയിട്ട് തന്നെ ഉണ്ടാകും. ഇവിടെ ലൈറ്റിംഗ് സംവിധാനമുണ്ട്. ലാപ്ടോപ്പ് ആളുകൾക്ക് വായിക്കുകയോ ചർച്ച ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതിനുള്ള ഒരു റെസ്ട്രിക്ഷനും കൂടാതെ ഉപയോഗിക്കാനായിട്ടുള്ള സംവിധാനം ഇവിടെ എല്ലായിടങ്ങളിലും ക്യാമറ ഉപയോഗിച്ചിട്ടും ഉണ്ടാകും.